കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. അപ്പൊ ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ കുറച്ച് വിശേഷങ്ങളായാലോ? ഓക്കെ. തിരുവനന്തപുരം ജില്ല രൂപീകൃതമായ വർഷം 1949 ജൂലൈ 1. ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ലയും ജനസംഖ്യ ഏറ്റവും കൂടിയ രണ്ടാമത്തെ ജില്ലയുമാണ് തിരുവനന്തപുരം. ഏറ്റവും വലിയ കോർപ്പറേഷനും ജനസംഖ്യ ഏറ്റവും കൂടിയ കോർപ്പറേഷനുമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ. പ്രാചീന കാലത്ത് ശുഗഹരിണപുരം എന്നറിയപ്പെട്ടിരുന്നത് കിളിമാനൂർ. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആക്കുളം. പ്രാചീന കാലത്ത് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്ന നഗരം വിഴിഞ്ഞം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം നദി. കേരളത്തിന്റെ തെക്കേയറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ. ട്രിവാൻഡ്രം എന്ന പേര് ഔദ്യോഗികമായി മാറി തിരുവനന്തപുരം എന്നായ വർഷം 1991. കേരളത്തിലെ ആദ്യത്തെ ATM സ്ഥാപിതമായ വർഷം 1993. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം 2013. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുര. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര. നോർക്കയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ആരാണ് നോർക്കയുടെ ചെയർമാൻ? മുഖ്യമന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ മാർബിൾ കൊട്ടാരം ലോട്ടസ് ടെമ്പിൾ. സെക്രട്ടേറിയറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി ദളവ. പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലം. കേരളത്തിന്റെ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതി KR നാരായണൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഇന്ന് ഇടുക്കി ജില്ലയിലെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോയാലോ? ഓക്കെ. ഇടുക്കി ജില്ല രൂപീകൃതമായ വർഷം 1972 ജനുവരി 26. റിപ്പബ്ലിക് ദിനത്തിൽ രൂപീകൃതമായ ഏക ജില്ലയാണ് ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല എന്ന് അറിയപ്പെടുന്നു. വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. വനം ഏറ്റവും കൂടിയ ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയുമാണ് ഇടുക്കി. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നതും ഇടുക്കി. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പന. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ് ഉടുമ്പൻചോല. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മുല്ലപ്പെരിയാർ ഡാം. കേരളത്തിലെ ഏക ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മൂന്നാർ. കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നു. 2020 മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കിയിലെ സ്ഥലമാണ് പെട്ടിമുടി. കേരളത്തിലെ ചന്ദന നഗരം മറയൂർ. തേക്കടിയുടെ കവാടം കുമളി. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് മാങ്കുളം. കേരളത്തിന്റെ 13ാമത്തെ ജില്ലയായ പത്തനംതിട്ട ജില്ലയുടെ കുറച്ച് വിശേഷണങ്ങളിലൂടെ പോയാലോ ഇന്ന്? ഓക്കെ. പത്തനംതിട്ട ജില്ല രൂപീകൃതമായ വർഷം 1982 നവംബർ 1. ഏത് ജില്ലയെ വിഭജിച്ചാണ് പത്തനംതിട്ട ജില്ല രൂപീകൃതമായത്? കൊല്ലം ജില്ല. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? കൊല്ലം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തി ആരാണ്? KK നായർ. ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ലയും തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനവുമാണ് പത്തനംതിട്ട ജില്ല. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയും പത്തനംതിട്ട ജില്ലയാണ്. കടൽ തീരം ഇല്ലാത്ത ജില്ലകളിൽ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ലയും പത്തനംതിട്ട ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. കോന്നി റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1888. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. വള്ളങ്ങളുടെയും പള്ളിയോടങ്ങളുടെയും നാടെന്നറിയപ്പെടുന്നത് ആറന്മുള. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഏത് നദിയിലാണ് നടക്കുന്നത്? പമ്പാ നദി. കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യത്തെ ഉൽപ്പന്നം ഏതാണ്? ആറന്മുള കണ്ണാടി. പാരിസ്ഥിതിക പ്രശ്നം മൂലം കേരള സർക്കാർ ഉപേക്ഷിച്ച വിമാനത്താവള പദ്ധതി ഏതാണ്? ആറന്മുള വിമാനത്താവളം. പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവല്ല.
ദിവസവും കഥകളി അരങ്ങേറുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? തിരുവല്ല ക്ഷേത്രം. വേലുത്തമ്പി ദളവയുടെ മരണം മൂലം പ്രശസ്തി ആർജിച്ച സ്ഥലമാണ്? മണ്ണടി. നിരണം കവികളുടെ ജന്മദേശം? പത്തനംതിട്ട. നിരണം കവികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ, മാധവ പണിക്കർ. നിരണം കവികളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്? കണ്ണശ കവികൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ്? മാരാമൺ കൺവെൻഷൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ്? ചെറുകോൽപ്പുഴ. ഇവ രണ്ടും നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദി. പുണ്യനദി എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമാണ്? കൊടുമൺ. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ്? ചരൽക്കുന്ന്. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ മ്യൂസിയമാണ്? ഗവി. പത്തനംതിട്ട ജില്ലയിലെ പരമ്പരാഗത കലാരൂപമാണ്? പടയണി. പടയണിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? കടമ്പനിട്ട. ഇന്ത്യയിൽ സീസണിൽ വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ക്ഷേത്രം ഏതാണ്? ശബരിമല ക്ഷേത്രം. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്? റാന്നി. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് എന്താണ്? ശബരിമല മകരവിളക്ക്. ശബരിമല മകരവിളക്ക് ഏത് മലയാള മാസത്തിലാണ് ആഘോഷിക്കുന്നതെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇനിയും കുറച്ച് ചോദ്യങ്ങളുമായി വീണ്ടും കാണാം.